മക്കളെ, നെക്സ്റ്റ് എക്സാമിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ സെപ്റ്റംബർ 13 തീയതിയാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം വരാൻ പോകുന്നത്. 2:30 മുതൽ 3:30 വരെയാണ് നമ്മുടെ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെയും അതുപോലെ തന്നെ പാരന്റ്സിന്റെയും ഒക്കെ കൺസേണും അവരുടെ അഭ്യർത്ഥനയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ 60ഓളം സെന്റേഴ്സ് ആണ് ഇപ്രാവശ്യം നെക്സ്റ്റ് എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് കൂടുതൽ കാര്യം പറയണ്ടല്ലോ. ഈ ഒരു നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്താൽ നമ്മുടെ സൈലം സ്കൂളിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിവിധ ജില്ലകളിൽ എവിടെയൊക്കെയാണ് സെന്റേഴ്സ് വരുന്നതെന്ന് മിസ് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ ആലപ്പുഴയിൽ നമുക്ക് ആലപ്പുഴ ഹൈബ്രിഡ് സെന്റർ ഉണ്ട്. അതുകൂടാതെ അമൃത വിദ്യാലയമുണ്ട്, ബെഥനി സെൻട്രൽ സ്കൂൾ ഹരിപ്പാടുണ്ട്, കൂടാതെ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ചേർത്തലയുമുണ്ട്. ഇനി എറണാകുളത്തോട്ട് വരുമ്പോൾ എറണാകുളം സൈലം സെന്റർ കച്ചേരിപ്പടിയിലുണ്ട്, അതുപോലെ നജത് പബ്ലിക് സ്കൂൾ എറണാകുളം, പിന്നെ നമ്മുടെ ശ്രീ ശാരദ വിദ്യാലയം മട്ടൂർ കാലടി, അതുപോലെ മാർത്തോമ പബ്ലിക് സ്കൂൾ കാക്കനാട്, കൂടാതെ അമൃത വിദ്യാലയം കൊച്ചിയിലുമുണ്ട്. പിന്നെ എറണാകുളത്ത് തന്നെ നമ്മുടെ സരസ്വതി വിദ്യാ നികേതൻ പബ്ലിക് സ്കൂള്, അമൃത വിദ്യാലയം പെരുമ്പാവൂര്, നോർത്ത് പരവൂർ എക്സലന്റ് കോളേജ്, കൂടാതെ സെന്റ് ജോൺസ് വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ ആലുവ. ഇത്രയും സെന്റേഴ്സ് നമ്മുടെ എറണാകുളത്ത് തന്നെയുണ്ട് കേട്ടോ. ഇനി ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഓക്സിലിയം സ്കൂൾ കട്ടപ്പനയും, രണ്ടാമത്തേത് ഡീപോൾ പബ്ലിക് സ്കൂൾ തൊടുപുഴയുമാണ്. ഇനി കണ്ണൂർ വരുമ്പോൾ നമുക്ക് 3 സെന്റേഴ്സ് ഉണ്ട്. സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് സെന്റർ നമ്മുടെ കണ്ണൂരുള്ളത്, അതുപോലെ അമൃത വിദ്യാലയം കണ്ണൂർ, പിന്നെ സൈലം ലേണിംഗ് തലശ്ശേരി സെന്ററിലും ഉണ്ട്. ഇനി കാസർഗോഡ് നമ്മുടെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാടാണ് വരുന്നത്. കൊല്ലത്തോട്ട് വരുമ്പോൾ നമുക്ക് TKM സെന്റിനറി പബ്ലിക് സ്കൂൾ കരിക്കോടുണ്ട്, കൂടാതെ MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ കൊട്ടാരക്കരയും, അമൃത വിദ്യാലയം പുതിയകാവും ഉണ്ട്. ഇനി കോട്ടയത്തേക്ക് നമ്മൾ നോക്കാം. കോട്ടയത്ത് ഗിരിദീപം ബെഥനി സെൻട്രൽ സ്കൂൾ ഉണ്ട്, ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂൾ കാഞ്ഞിരപ്പള്ളി ഉണ്ട്, അതുപോലെ തന്നെ സൈലം ഹൈബ്രിഡ് സെന്റർ കോട്ടയത്തുമുണ്ട്. ഇനി നമ്മുടെ കോഴിക്കോടാണെങ്കിലോ MES സെൻട്രൽ സ്കൂൾ പാവങ്ങാടുണ്ട്, ശ്രീകോകിലം പബ്ലിക് സ്കൂൾ ഉണ്ട് ഗോവിന്ദപുരത്ത്, അതുപോലെ തന്നെ വൈറ്റ് സ്കൂൾ ഹൈലൈറ്റ് നോളജ് വില്ലേജ് പെരുമണ്ണ, പിന്നെ നമ്മുടെ പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ മാങ്കാവിളത്, അതുപോലെ തന്നെ നമ്മുടെ വടകര സൈലം ട്യൂഷൻ സെന്ററിലും ഉണ്ട്. താമരശ്ശേരിയിലേക്ക് വരുമ്പോൾ ഹിൽ വ്യൂ ഇന്റർനാഷണൽ സ്കൂളാണ് നമ്മുടെ കോഴിക്കോടുള്ള മറ്റൊരു സെന്റർ. ഇനി മലപ്പുറത്തോട്ട് വരുമ്പോൾ ACE പബ്ലിക് സ്കൂൾ മഞ്ചേരി, കൂടാതെ മർക്കസോൾ ഉലൂം ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടോട്ടി, സൈലം ട്യൂഷൻ സെന്റർ കോട്ടക്കല്, അതുപോലെ സൈലം സെന്റർ പെരിന്തൽമണ്ണ. ഇനി പാലക്കാടേക്ക് വരുമ്പോൾ നമുക്ക് 3 സെന്റേഴ്സ് ആണ്. സൈലം ട്യൂഷൻ സെന്റർ ഉണ്ട് പാലക്കാട്, അതുപോലെ അമൃത വിദ്യാലയം ഒറ്റപ്പാലം, കൂടാതെ പെരിയാരി വ്യാസ വിദ്യാപീഠം ഉണ്ട് നമ്മുടെ സെന്റർ. അതുപോലെ തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴോ നമുക്ക് നോക്കാം SCS ഹൈസ്കൂൾ തിരുവല്ലയുണ്ട്, അതുപോലെ കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. ഇനി തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നമുക്ക് സെന്റ് വിൻസെന്റ് പല്ലൂട്ടി സെൻട്രൽ സ്കൂൾ കാലത്തോട്, അതുപോലെ വിജയഗിരി പബ്ലിക് സ്കൂൾ അഷ്ടമിച്ചിര, പിന്നെ തൃശ്ശൂർ നമ്മുടെ IAS പബ്ലിക് സ്കൂൾ ചിറ്റിലപ്പള്ളി ഉണ്ട്, ഹോളി ഗ്രേസ് അക്കാദമി മാള, അതുപോലെ അമൃത വിദ്യാലയം തൃശ്ശൂര്, പിന്നെ ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂള് കുന്നംകുളം, അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ സൈലം ലേണിംഗ് ഹൈബ്രിഡ് ക്യാമ്പസ് കോലഴിയുണ്ട്, അതുപോലെ ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസിലും ഉണ്ട്. പിന്നെ നമ്മുടെ ലിറ്റിൽ ഫ്ലവേഴ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കരയുണ്ട്, തൃശ്ശൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിഞ്ഞാലക്കരയും ഉണ്ട്. ഇനി നമ്മുടെ ട്രിവാൻഡ്രത്തിലേക്ക് വരുമ്പോഴോ നമ്മുടെ ശ്രീകോകിലം പബ്ലിക് സ്കൂൾ ആറ്റിങ്ങലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ സെൻട്രൽ പബ്ലിക് സ്കൂള് കൊഴിവിലയുണ്ട്, അതുപോലെ സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവ്, പിന്നെ നമ്മുടെ അമൃത കൈരളി വിദ്യാഭവൻ CBC സ്കൂൾ നെടുമങ്ങാടുണ്ട്, അതുപോലെ തന്നെ വർക്കല MGM സ്കൂൾ കനിയാപുരം, പിന്നെ നമ്മുടെ വിതുരയിലുള്ള MGM പൊന്മുടി വാലി പബ്ലിക് സ്കൂളും, അതുപോലെ തന്നെ കിളിമാനൂർ MGM ഇന്റർനാഷണൽ സ്കൂളുമാണ് ഉള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ വയനാട് ജില്ലയിലാണ്, അവിടെ സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂൾ കൽപ്പറ്റയിലാണ് സെന്റർ വരുന്നത്. അപ്പൊ ഇത്രയധികം സെന്റേഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തന്നിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും സെന്ററിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയ സെന്റർ ഏതാണെന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലിങ്ക് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഒക്കെ അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുക. 8, 9, 10 നമ്മുടെ സിലബസ് ഒക്കെ നോക്കി നല്ല പഠിക്കുക. ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ സൈലം നെക്സ്റ്റ് ചാനലിൽ നിന്നും, അതുപോലെ നമ്മുടെ സൈലത്തിന്റെ ഓരോ ക്ലാസ്സിലെ ചാനലിൽ നിന്നും നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.